മകരമഞ്ഞ എന്നുള്ള സിനിമയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. ഒന്നത് രവിവർമ്മയുടെ ജീവിതത്തെ ആസ്പദമാക്കി ചെയ്യുന്ന സിനിമ എന്നുള്ളത് ആ തലത്തിൽ. മറ്റൊന്ന് മലയാളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു ഛായാഗ്രാഹകൻ അതിലെ പ്രധാന വേഷം രവിവർമ്മയായും പുരൂരവസായും അഭിനയിക്കുന്നു എന്നുള്ളത്. ഒപ്പം കാർത്തിക രവിവർമ്മയുടെ മോഡലായും ഉർവശിയായും വേഷം ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഇതിൻ്റെ പ്രത്യേകതകൾ എനിക്ക് പറയാനുണ്ടാവും. പക്ഷെ നമുക്ക് ആദ്യം സന്തോഷിനോട് തന്നെ ഈ ചിത്രത്തിലുള്ള സന്തോഷിൻ്റെ അനുഭവം എന്താണെന്നുള്ളത്. ആക്ച്വലി പിന്നെ ആദ്യമേ രവീൻ സാർ വന്ന് കഥയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നെ അഭിനയിക്കാനല്ല ഷൂട്ട് ചെയ്യാനെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അത് കഴിഞ്ഞ് വന്ന് നല്ല സന്തോഷം അഭിനയിക്കുകയാണ് ഇതിൽ ഈ രണ്ടുണ്ട്. അപ്പം ഞാൻ കുറേ ചിരിച്ചു അന്ന് മദ്രാസിൽ വന്നിട്ട്. പക്ഷേ ഞാനപ്പം രാവൺ എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എല്ലാവരും പറഞ്ഞു എനിക്കിങ്ങനൊരു പടം അഭിനയിക്കാൻ ഓഫർ ഉണ്ടെന്ന്. അപ്പോൾ ഐശ്വര്യ റായ്, അഭിഷേക് ബച്ചൻ, വിക്രം, പൃഥ്വി, മണിരത്നം എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപാട് ചിരിച്ചു. അവരും നമ്മുടെ കൂടെ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരെല്ലാം നമ്മളെ രാജ എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നു. അവിടെ വെച്ചാണ് പിന്നെ ഓഫ് കോഴ്സ് കാർത്തികയുടെ ഡെബ്യൂ ഫിലിമാണ് അല്ലേ, പിന്നെ മലയാളത്തിൽ ഇറ്റ്സ് എ ഫസ്റ്റ് ഫിലിം. പിന്നെ ആ കഥയിലോട്ടൊക്കെ പിന്നെ എനിക്ക് വലിയ ഇതിൽ അഭിനയിക്കാൻ വലിയൊരു പേടിയൊന്നുമില്ല. ബിക്കോസ് ബേസിക്കലി ലെനിൻ രാജേന്ദ്രൻ ഇസ് ദി ഡയറക്ടർ, പിന്നെ മധു ചേട്ടനാണ് പിന്നെ സിനിമോട്ടോഗ്രാഫർ. അപ്പം ക്യാമറയിൽ പിന്നിലിരിക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരും സുഹൃത്തുക്കളുമാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് ഞാൻ ഇത്രയും നാളായിട്ട് ആലോചിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി മകരമഞ്ഞിൻ്റെ ഷൂട്ടിങ്ങിലോട്ട് വരുന്നത്. ഇപ്പോൾ കാർത്തിക പറയും. കാർത്തികയുടെ എൻ്റെ ഫസ്റ്റ് ഡെബ്യൂ ഫിലിം തെലുങ്കിലിരുന്ന്, അതും ടിപ്പിക്കൽ കമേഴ്ഷ്യൽ മാസ് മസാല ക്യാരക്ടറിന്ന് ടു കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ജോൺറ, ഒരു സട്ടിൽ ലെനിൻ സാറും കുറേ എൻ്റെ എക്സ്പ്രസീവ് നേച്ചറിന് കുറയ്ക്കൂ. ലാസ്റ്റിൽ ഐ വാസ് സോ കൺഫ്യൂസ്. ഞാൻ ചിലതിലൊക്കെ ഒരു ബ്ലാങ്ക് ലുക്ക് കൊടുക്കുമ്പോഴാണ് സാർ ഓക്കെ എന്ന് പറയുന്നത്. സോ ഐ വാസ് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്. എസ്പെഷ്യലി ഏറ്റവും ടഫസ്റ്റ് ക്യാരക്ടർ till now all the movies I've done എനിക്ക് സുഗന്ധ ബായിൻ്റെ ക്യാരക്ടറിന് ഏറ്റവും ടഫായിട്ട് തോന്നുന്നത്. ബിക്കോസ് ഫിലിം തീർന്ന് കഴിഞ്ഞിട്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ക്യാരക്ടർ, ബിക്കോസ് ഷീ ഈസ് സോ ഇന്നസെൻറ്റ് അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് വെരി ബോൾഡ്. സോ ഐ മീൻ എസ്പെഷ്യലി ചില ആങ്കർ സീൻസിലൊക്കെ ഞാൻ സാറ് പറയും ദേശത്തിൽ നോക്കൂ, അപ്പം ദേശത്തിൽ യു ക്യാൻ സേ ദ ഡയലോഗ്, ബട്ട് സന്തോഷ് വിൽ ബി ലൈക്ക് ബട്ട് ഇന്നസെൻസ് ഉണ്ടായിരിക്കണം. സോ ആ ദേശത്തിൻ്റെ ഇന്നസെൻസ് എങ്ങനെ കാണിക്കണം. സോ ഇറ്റ് വാസ് എ കംപ്ലീറ്റ്ലി ന്യൂ ജോണ്ടർ. പ്ലസ് ഞാൻ ഒരു ഫിലിം സ്കൂളോ ട്രെയിനിങ്ങോ ഒന്നും എടുത്തില്ല. സോ ഐ എം കംപ്ലീറ്റ്ലി റോ. ഫസ്റ്റ് ടൈം ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ പോകുന്നത് ഇറ്റ് വാസ് എ ന്യൂ എക്സ്പീരിയൻസ്. സോ ഐ തിങ്ക് ഇത്രയും എക്സ്പീരിയൻസ് ക്രൂ അമ്മ കൂടെ ഷീസ് ഡൺ അറൌണ്ട് 150 ഫിലിംസ്. സോ അമ്മേൻ്റെ അത്രയും പടത്തിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഈ 2-3 ഫിലിംസിൽ തന്നെ ടു വർക്ക് വിത്ത് ദ ബെസ്റ്റ് ടീം ഐ ഹവ് ഓൾമോസ്റ്റ് കവേർഡ് മോസ്റ്റ് ഓഫ് ദ എക്സ്പീരിയൻസ്. സോ ഐ തിങ്ക് മകരമഞ്ഞ എസ്പെഷ്യലി ഊർവശീൻ്റെ ക്യാരക്ടർ എൻ്റെ ചെറിയ വയസ്സിൽ തൊട്ട് ഐ യൂസ് ടു ഡ്രീം എപ്പോഴും ഇഫ് ഐ പ്ലേ എ ഹീറോയിൻ ഐ വാണ്ട് ടു ഡു double role, it's still a dual role, it's still one of the dream roles I wanted to do. And plus Urvashi in today's generation enganathe oru mythological historical character kittiya it's very rare. So ado heroine prominent ulla oru character. So all thanks to Lenin sir for trusting me in the content, especially and young, I'm still young, so itri experience role enku tharannu paraya I think it's very new to me. ഞാൻ കാർത്തികയെ കാണുന്നത് ഒരു മാഗസീനിലെ 2-3 ഫോട്ടോകളാണ്. അപ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ ചില പ്രത്യേകതകൾ എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫർ എനിക്കറിയുന്ന എൻ്റെ സുഹൃത്തായത് കാരണം ഞാൻ അയാളെ ഫോൺ ചെയ്തു. അപ്പോൾ ആ ഫോട്ടോഗ്രാഫറാണ് എന്നോട് പറഞ്ഞത് ഇത് രാധയുടെ മകളാണ്. പിന്നെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, കാരണം എനിക്കറിയുന്നതാണ് അവരുടെ കുടുംബത്തിലെല്ലാവരെയും. അങ്ങനെയാണ് ഞാൻ കാർത്തികയെ വീണ്ടും കുറച്ച് ഫോട്ടോകൾ ആവശ്യപ്പെടുന്നു. ഫോട്ടോ എനിക്ക്
മെയിൽ ചെയ്ത് കിട്ടുന്നു. അപ്പോൾ തന്നെ ഞാനതങ്ങ് ഫിക്സ് ചെയ്യുന്നു. വേറെ അഭിനയിക്കാൻ കഴിയുമോ ഇല്ലയോ അങ്ങനെയുള്ള യാതൊരു ടെസ്റ്റും ആ നിലയ്ക്ക് ഉണ്ടായില്ല. കാരണം എനിക്ക് എൻ്റെ ഒരു വിശ്വാസം, എനിക്കൊരാളെ കാണുമ്പോൾ അയാൾക്ക് അഭിനയിക്കാൻ കഴിയും ഇല്ലെങ്കിൽ കഴിയില്ല, ഇത് ജഡ്ജ് ചെയ്യാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു കുഞ്ഞ് അഹങ്കാരം എനിക്കുണ്ട്. അത് തന്നെയാണ് സന്തോഷിൻ്റെ കാര്യത്തിലുണ്ടായത്. സന്തോഷ് വളരെ ചെറുപ്പമായിരിക്കുമ്പോഴേ എനിക്കറിയുന്ന ആളാണ്. ഞങ്ങൾ തമ്മിൽ ഒരു സിനിമയും വർക്ക് ചെയ്തിട്ടുമില്ല. പക്ഷെ സന്തോഷ് ഞാൻ ശ്രദ്ധിക്കുന്നത് ക്യാമറയുടെ പിന്നിൽ നിന്നുകൊണ്ട് സന്തോഷ് എൻ്റെ ഭാവങ്ങൾ ഞാൻ ചില ഈ നമ്മുടെ ടെലിവിഷൻ്റെ അതിൽ കൂടെ കണ്ടിട്ടുണ്ട്. ചില ഇൻ്റർവ്യൂസ് ടെലിവിഷൻ ചാനലിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂസ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സന്തോഷിൽ വളരെ വളരെ പെട്ടെന്ന് വളരെ എക്സ്പ്രസീവായിട്ടുള്ള ചില ഭാവങ്ങൾ സന്തോഷിൽ ഇങ്ങനെ കടന്നു പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെയാണ് എനിക്ക് ഈ രവിവർമ്മയായും പുരൂരവസായിട്ടും അഭിനയിക്കേണ്ടുന്ന ഒരാൾ അത് പുതിയൊരാളാവണം എന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണത്തിലാണ് വളരെ വളരെ പെട്ടെന്ന് സന്തോഷിൻ്റെ മുഖം എനിക്ക് ഓർമ്മ വരികയും ഞങ്ങൾ തമ്മിൽ കാണുകയും ഇവിടെ സന്തോഷ് പറഞ്ഞതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇവിടെ കാർത്തികയ്ക്ക് വളരെ ഡിഫറൻ്റായിട്ടുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ക്യാരക്ടറാണ് ചെയ്യാനുള്ളത്. ഒന്ന് രവിവർമ്മയുടെ മോഡൽ സുഗന്ധാഭായ്, വളരെ സൗമ്യയാണ്. മറ്റൊന്ന് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഉർവശിയുടെ നിയോഗം തന്നെ പുരുഷന്മാരെ ആകർഷിക്കുക, അവരെ തൻ്റെ ചെൽപ്പടിയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ വളരെ വശ്യമായ ഭാവങ്ങൾ, വളരെ സെഡ്യൂസ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള നോട്ടവും മറ്റ് ചലനങ്ങളുമൊക്കെ ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു ഉർവശിയുടേത്. അപ്പോൾ ഇത് രണ്ടും ഒരു വ്യക്തി കൈയാളുക. ഇവരിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും സമാനമായിട്ട് ഉള്ള ചില ഇവരുടെ ഉള്ളിൽ രണ്ടുപേരിലുമുള്ള സ്നേഹത്തിൻ്റെ തീവ്രത, സുഗന്ധാഭായിലും അതേപോലെ ഉർവശിയിലുമുള്ള സ്നേഹത്തിൻ്റെ തീവ്രതയ്ക്ക് സമാനതയുമുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം കൊണ്ടുപോകാൻ കഴിയുന്നൊരു ക്യാരക്ടറായിരുന്നു വേണ്ടിയിരുന്നത്. അതിൽ കാർത്തിക വളരെ ഒരുപക്ഷെ ഒരു പരിചിതമായൊരു ആക്ട്രസിനേക്കാൾ അതിൻ്റെ ഫ്രഷ്നെസ്സും സഹായകമാവും ചെയ്തു എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ.